പല ഡിസൈനിലുള്ള കാർഡുകളുണ്ട്, നിറമുള്ള കാർഡുകൾ, വലിപ്പം വ്യത്യസ്തമുള്ള കാർഡുകൾ, രൂപത്തിൽ വ്യത്യസ്തതയുള്ള കാർഡുകൾ. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ചിങ്ങമാസമൊക്കെ അല്ലേ, കല്യാണങ്ങളുടെ മാസമാണ് ചിങ്ങമാസം. അപ്പോൾ എൻ്റെ ഒരു കല്യാണക്കുറി കിട്ടി. മേലതിൽ കാർഡ്സ് ആൻഡ് ഫ്രെയിംസ്, ഇത് കാട്ടാക്കടയാണ്. അപ്പോൾ ഈ വിവാഹ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, ക്ഷണക്കത്തുകൾ, ഫോട്ടോഗ്രാഫി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനം മേലതിൽ കാർഡ്സ് ആൻഡ് ഫ്രെയിംസ്, കാട്ടാക്കട. അതിൻ്റെ നടത്തിപ്പുകാരൻ ശ്രീ രാജീവ് ഇവിടെ ഉണ്ട്, നമുക്ക് സംസാരിക്കാം. നമസ്കാരം. മേലതിൽ കാർഡ്സ് ആൻഡ് ഫ്രെയിംസിൽ വന്നപ്പോൾ ഒരു ഫാമിലി ഫ്രെയിം കണ്ടു, കുടുംബ ഫ്രെയിം അല്ലേ? നിങ്ങൾ ഫാമിലി അല്ലേ? എത്ര നാളാണ് നമ്മളിത് കാർഡ്സ് ആൻഡ് ഫ്രെയിംസ് തുടങ്ങിയിട്ട്? മേലതിൽ സ്ഥാപനം തുടങ്ങിയിട്ട് 5 വർഷമായി. ഇവിടെ ഈ പുതിയ ഷോപ്പ് തുടങ്ങിയിട്ട് 3 മാസം. 3 മാസമായിട്ടുള്ളൂ. ശരി. വെഡിങ് കാർഡ്സ് ആണ് പ്രധാനപ്പെട്ട പരിപാടി. വെഡിങ് കാർഡ്സും വെഡിങ് ഫോട്ടോഗ്രാഫി ഉണ്ട്. ഈ കാർഡ്സ് നമ്മൾ കസ്റ്റമൈസ്ഡ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ആണെന്ന് പറഞ്ഞ പോലെ കസ്റ്റമൈസ്ഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ ഒരുപാട് ഡിസൈൻസ് നമ്മുടെ കയ്യിലുണ്ട്. കല്യാണങ്ങളുടെ മാസമാണ് ഇപ്പോൾ വരുന്നത്. ഒരുപാട് കൊട്ടേഷൻസ് ഒക്കെ വന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം. രാജീവ് നേരത്തെ എന്തായിരുന്നു മേഖല? ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണോ? അല്ല, ഞാൻ പത്രത്തിലായിരുന്നു. അതെല്ലാം കൗമുദിയിലാണ്. ഇപ്പം ബിസിനസ് മാത്രം. ഭാര്യ ഇവിടെ സഹായിയായിട്ടുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? ടീച്ചറാണ്. അപ്പോൾ ഈ കല്യാണം ഇന്നല്ല, കുറേ വർഷങ്ങളായിട്ട് അതൊരു ആഡംബരത്തിൻ്റെ ഒരു രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ അതിനുള്ള കുറേ മാനങ്ങൾ വന്നു. മുമ്പത്തെ പോലത്തെ സ്വഭാവങ്ങളൊക്കെ കുറച്ച് മാറി. ഇപ്പോഴത്തെ ഈ 5 വർഷമായിട്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റും? കാർഡിന് വേണ്ടി പണം ചെലവാക്കുന്നുണ്ടോ? പന്തലിന് വേണ്ടിയാണോ പണം ചെലവാക്കുന്നത്? ഭക്ഷണത്തിന് വേണ്ടിയാണ് പണം ചെലവാക്കുന്നത്? അതോ അവരുടെ ഓർണമെന്റ്സിന് വേണ്ടിയാണ്? കാശ് ഏത് വഴുപ്പിലാണ് കൂടുതൽ ചെലവായി പോകുന്നത്? ഇപ്പോൾ എല്ലാ രീതിയിലും ഓരോരുത്തരുടെ അവരുടേതായിട്ടുള്ള സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 2 രൂപ മുതൽ കാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 2 രൂപയ്ക്ക് ചെയ്യുന്നവരുണ്ട്. അതിനും താഴെ കിട്ടുമെന്ന് നോക്കുന്നവരുണ്ട്. 20-25 മുകളിൽ ഒരു കാർഡിന് വിലയുള്ള കാർഡ് ചെയ്യുന്നവരും. നമ്മുടെ ഇവിടെ മാക്സിമം ഉള്ളത് കാർഡിൻ്റെ വില ഒരു കാർഡിന് 20-22 രൂപ വരെ കാർഡിന് ഇപ്പോൾ വിലയുള്ളത് അല്ലേ? അതിനപ്പുറം വിലയുള്ളത് ഉണ്ട്. അത് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം പോലെ ഞങ്ങൾ വരുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും സൂക്ഷിച്ച് വയ്ക്കാറില്ല. ഇല്ല, സ്റ്റോക്ക് വയ്ക്കാറില്ല. സ്റ്റോക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കും മോഡൽസും. അതന്നെ. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്നത് വരുത്തി പ്രിൻ്റ് ചെയ്ത് കൊടുക്കും. പ്രിന്റിങ് നമ്മൾ ഇവിടെ തന്നെ ചെയ്യും. പ്രിന്റിങ് സ്ക്രീൻ പ്രിന്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞപ്പോൾ. പിന്നെ ബാക്കി പ്രസ് പ്രിൻ്റ് ഉള്ളത് അടുത്തുള്ള പ്രസ്സുകളിലൊക്കെ കൊടുക്കുന്നത്. ഈ കല്യാണത്തെ സംബന്ധിച്ചിടത്തോളം കല്യാണം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു സ്വന്തമായൊരു വീടെന്നൊക്കെ പറയുന്നത് കല്യാണം അവരുടെ ഒരു സ്വപ്നമാണ് എല്ലാവരുടെയും. ഇന്നത്തെ കാലത്ത് കല്യാണത്തിൻ്റെ സ്വഭാവം മാറി. പെൺപിള്ളേർ കല്യാണം വേണ്ടെന്നൊക്കെ പറയുന്ന കാലമാണ്. അത് നമ്മളെ ബാധിക്കും. കല്യാണം വേണ്ടെന്നൊക്കെ പറയുന്നത് വന്ന കാരണം നമ്മൾ ഈ കാർഡ് കട അടച്ചുപൂട്ടേണ്ടി വരുമോ ഈ പെണ്ണുങ്ങളെല്ലാം എവിടെ ഇങ്ങനെ വിചാരിച്ചു? അതുകൊണ്ട് തന്നെ പാരലായിട്ട് നമ്മൾ ഇന്ത്യൻ വെഡിങ്സ്, ഇവന്റ് മാനേജ്മെന്റ് ഇതെല്ലാം വരുന്നുണ്ട്. മാത്രമല്ല എല്ലാം വരുന്നുണ്ട്. ഇത് നമ്മുടെ കാറ്ററിംഗ് പരിപാടിയുള്ള ഈവൻസും ഉണ്ട് എൻ്റെ കൂടെ അല്ലേ? അപ്പോൾ അടുത്തൊരു ബ്ലോക്ക് കൊണ്ട് കല്യാണങ്ങൾ അഥവാ പറഞ്ഞ് കാർഡിൻ്റെ കച്ചവടം നിന്ന് പോയാലും നമുക്കിവിടെ നിന്ന് വിളിക്കണമല്ലോ. അതുകൊണ്ട് അടുത്തൊരു ഐറ്റവും കൂടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കല്യാണ സംബന്ധിയായിട്ട് എന്താവശ്യത്തിന് ഇവിടെ വന്നിട്ട് മൊത്തം കല്യാണങ്ങൾ പെണ്ണിനെ ചെറുക്കനെ മാത്രം കൊണ്ടുവന്നത്, ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ അല്ലേ അത് കൊടുക്കാൻ നമ്മൾ മാട്രിമോണി തുടങ്ങിയിട്ടില്ല. എല്ലാം അങ്ങനെ ഉദ്ദേശം വല്ലതുണ്ടോ? അപ്പോൾ കാട്ടാക്കടയാണിത്. കാട്ടാക്കടയിലെ കണ്ണായ സ്ഥലം. പ്രോപ്പർ കാട്ടാക്കടയുടെ ഏത് ഭാഗം എന്ന് പറയുന്നത്? കാട്ടാക്കടയുടെ കുളത്തുമ്മൽ എന്നാണ് സ്ഥലത്തുള്ളത്. കുളത്തുമ്മലാണ് ഈ മേലതിൽ കാർഡ്സ് ആൻഡ് ഫ്രെയിംസ് ഉള്ളത്. പിന്നെ ആൽബംസ് ഫോട്ടോഗ്രാഫി
വീഡിയോഗ്രാഫി. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സിനിമ പോലൊക്കെ ആയി. തീർച്ചയായും. ഈ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, അത് നല്ലതാണ് ചീത്തയാണ്? എനിക്ക് കാണുമ്പോഴൊക്കെ ഇതിൽ മഹാമോശമായിട്ടാണ് തോന്നുന്നത്. സേവ് ദ ഡേറ്റ് ചെയ്യുന്നുണ്ട്, അത് പാർട്ടിയുടെ ഇഷ്ടം പോലെയാണ്. അല്ല, നിങ്ങളായിട്ട് നിർബന്ധിച്ച് അങ്ങനെ ഒരു അല്ല, അവർക്ക് ഇഷ്ടം തോന്നിയ ദിവസം കാണിക്കാനാണെങ്കിൽ തോന്നിയ ദിവസം എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുന്നില്ല. ഇപ്പോഴത്തെ ചിലത് കാണുമ്പോഴേ നമുക്ക് അതിനൊരു മ്ലേച്ഛത തോന്നുന്നുണ്ട്. പറഞ്ഞതാണ്. ഈ മുമ്പ് കാലങ്ങളിൽ നമ്മൾ കല്യാണ സംബന്ധിയായിട്ട് ആൽബംസ് അതായിരുന്നു പ്രധാനം. പിന്നെ കാർഡുകൾക്ക് വേണ്ടി വേറെ പ്രത്യേകം ചില ഷോറൂമുകൾ പണ്ട് പോലെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ക്രോഡീകരിച്ചൊരു സംഭവത്തിലേക്ക് വരുന്നത്. പിന്നെ ഇവിടെ വരുന്നവർക്ക് ഇവിടെ ഒരാൾ വന്നാൽ നമ്മുടെ ഒരു കയ്യൊപ്പ് എന്താണ്, നമ്മുടെ ഒരു സിഗ്നേച്ചറായിട്ട് എന്ത് അവരിവിടെ വന്നതിന് നമുക്ക് എന്ത് കൊടുക്കാം? അവർക്ക് ലാഭമാണെന്നോ അല്ലെങ്കിൽ നല്ല ഡിസൈനാണെന്നോ അല്ലെങ്കിൽ എന്താണ് അവർക്കൊരു പ്രത്യേകത? നിങ്ങളിവിടെ വന്നാൽ ലാഭത്തിൽ കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്ത ആൾക്കാർ കൂടുതലും ഒരു 50 പൈസ ലാഭം നോക്കി കളിക്കാളേക്ക് പോവാണ്. ഞാനിവിടെ 6 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു സാധനം 5 രൂപയ്ക്ക് അപ്പുറത്ത് കിട്ടും, അത് ശരിയാണ്. പക്ഷേ ഈ 50 പൈസ ലാഭത്തിന് വേണ്ടി 2 പ്രാവശ്യം കളിക്കുള്ള പോകണം. പോകുന്നതിൻ്റെ ചിലവ് അവർ കണക്കൂട്ടത്തില്ല. വണ്ടി കയറി 3-4 പേര് പോവുക, ഒന്ന് ആഘോഷിച്ച് തിരിച്ചു വരിക, അതൊരു ട്രിപ്പായി. അവിടെ സംഭവിച്ച ലാഭം ഉണ്ടല്ലോ, അത് മാത്രമേ കണക്കിലുള്ളൂ എന്ന് പറയുന്നുള്ളൂ. പക്ഷേ അത് യഥാർത്ഥത്തിൽ ലാഭം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് നോക്കി ആവശ്യം പോലെ അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇവിടെ വന്ന് സംസാരിക്കാനെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത ഉള്ളിലുണ്ടായിട്ട് ഇവിടെ ഒന്ന് കാർഡടിച്ചാൽ കൊള്ളാം. അപ്പോൾ എന്തായാലും നന്നായിരിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഒരുപാട് പേരുടെ വിവാഹത്തിന് ഓർമ്മയിൽ സൂക്ഷിച്ചു വയ്ക്കാനുള്ള കാർഡുകളായി എല്ലാവരുടെയും വീട്ടിൽ മേലതിൽ കാർഡ്സ് ആൻഡ് ഫ്രെയിംസിലെ ഒരു കാർഡോ ഒരു ഫ്രെയിമോ ഉണ്ടാവട്ടെ. നമുക്കത്രേ പറയാനുള്ളൂ.